എല്ലാം കൂടെ വന്നിട്ട് ഇവിടെ നിന്ന് തെറി വിളിക്കരുതെന്ന് പിള്ളേരെ തല്ലി തടയാൻ ചെന്ന ഒരു സഹോദരിയുടെ വയറ്റിനിട്ട് ചവിട്ടി. പിന്നെ ഞങ്ങള് ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പുള്ളിക്കാരി. വീണ്ടും കേരളത്തിൽ ഒരു പെന്തക്കോസ്ത് സഭയിൽ സുവിശേഷ വിരോധിയുടെ ആക്രമണം. ഇത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി കൊളവള്ളിയിൽ സുവിശേഷ വിരോധികളുടെ ആക്രമണത്താൽ പരിക്കേറ്റ സംഭവം. കൊളവള്ളിയിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഫുൾ ഗോസ്പൽ സഭയിൽ ആരാധിച്ചുകൊണ്ടുവരുന്ന സഹോദരിയാണ് മർദ്ദിച്ചത്. ആ സഭയിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ വിനോദും സഭയിലെ വിശ്വാസികളും സഭയുടെ പെയിന്റിംഗ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നടക്കുന്ന സമയത്താണ് ആ സമീപ പ്രദേശത്തുള്ള RSSന്റെ പ്രവർത്തകനായ ജയാനന്ദൻ ഈ പാസ്റ്റർ വിനോദിനെയും കൂടുതൽ വിശ്വാസികളെയും ആക്രമിച്ചത്. ഈ ആക്രമണത്തിൽ ആ സഭയിലെ വിശ്വാസിയായ ചണ്ണ എന്ന് പറയുന്ന ഒരു സഹോദരിയെ ഈ ജയാനന്ദൻ ഉപദ്രവിച്ചത് ചെറിയ ഉപദ്രവമല്ല, മാരകമായി തന്നെ ഉപദ്രവിച്ചു. ഈ ചണ്ണ എന്ന് പറയുന്ന സഹോദരി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ്. ഈ സഹോദരി അടിവയറിന് ഈ ജയാനന്ദൻ എന്ന് പറയുന്ന RSSകാരൻ ചവിട്ടി താഴെയിട്ടിട്ട് ഈ സഹോദരിയെ ഉപദ്രവിച്ചു. ഈ സഹോദരിയുടെ അടിവയർ ചവിട്ടിയത് കൊണ്ട് ബ്ലീഡിംഗ് ഉണ്ടാകുകയും ബ്ലീഡിംഗ് മുഖാന്തരം അവിടെ താലൂക്ക് ആശുപത്രി കൊണ്ടുപോവുകയും അവിടെ നിന്ന് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഈ ചണ്ണ എന്ന് പറഞ്ഞ സഹോദരിയെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഇത് സംഭവിച്ചത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രബുദ്ധരും ജീവിക്കുന്ന നല്ല സാക്ഷര കേരളം എന്ന് അഭിപ്രായപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതാരും ഉപദ്രവിച്ചിട്ടല്ല, പാസ്റ്റർ ആരും ഉപദ്രവിച്ചില്ല, വിശ്വാസികൾ ആരും ഉപദ്രവിച്ചില്ല, സഭയിലെ ആരും അവർക്കെതിരെ ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല. ഈ ചില നാളുകളായി ഈ ട്രൈബൽ ഏരിയയിലെ സഭയാണിത്, പെന്തക്കോസ്ത് സഭയാണ്. ഈ സഭയ്ക്കെതിരെ കുറേ നാളുകളായി സഭയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടി പല വിദ്യകളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ സഭ അടച്ചുപൂട്ടുന്നതിനും ആ സഭയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ്, സഭയെ എങ്ങനെ അവിടെ മാറ്റണം, നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദീർഘനാളുകളായി ഇവരിങ്ങനെ പ്രശ്നമില്ലെങ്കിലും പ്രശ്നമുണ്ടാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈയിടയ്ക്ക് പെട്ടെന്ന് ഈ സഭയിലെ വിശ്വാസിക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സഹോദരിയാണ് അവർ ആക്രമിച്ചത്. ഞാൻ വാക്കുപയോഗിക്കുന്ന ക്ഷമിക്കുക, എനിക്ക് താല്പര്യമില്ലാത്ത ജാതി മതവും താല്പര്യമില്ലാത്തതാണ്. അവിടെ ആദിവാസി എന്ന് പെട്ട ഒരു സഹോദരിയാണ്, ചണ്ണ എന്ന് പറഞ്ഞ സഹോദരിയാണ് ഈ RSSകാരൻ ഉപദ്രവിച്ചത്. എന്താ ഇവിടെ ആദിവാസികൾക്ക് ഭയങ്കര മുൻഗണനയാണെന്ന് പറഞ്ഞ ഇവിടെ ആദിവാസിക സമൂഹത്തിന് പ്രവർത്തിക്കുന്ന ഒരു പ്രബുദ്ധരെയും കണ്ടിട്ടില്ലല്ലോ. ഈ സഹോദരി ഉപദ്രവിച്ചിട്ടും സ്ത്രീകൾക്കെതിരെ ബസ്സിൽ പ്രശ്നമുണ്ടാക്കുമ്പോഴും നാട്ടിൽ പ്രശ്നമുണ്ടാക്കുമ്പോഴും ഇവിടെ ഉറഞ്ഞു തുള്ളുന്ന ഒരു സ്ത്രീകളെ സഹായിക്കുന്ന ഒരു പ്രബുദ്ധരെയും കണ്ടിട്ടില്ലല്ലോ. സ്ത്രീകൾക്ക് അനുകൂലം നിൽക്കുന്ന ഒരു സംവിധാനങ്ങളെ കണ്ടിട്ടില്ലല്ലോ. കാര്യം എന്താ, അവർ ആദിവാസി സഹോദരി ആയതുകൊണ്ടാണോ? അല്ല, അവർ ഒരു ക്രിസ്തീയ സമൂഹത്തിൽ അകപ്പെട്ടത് കൊണ്ടാണോ? അതും പോയിട്ട് ഒരു പെന്തക്കോസ്ത് സഭയിൽ വിശ്വാസി ആയതുകൊണ്ടാണോ ഇത് ഒരു മാധ്യമ ചർച്ചയിൽ കണക്കെടുക്കാത്തതും ഇവിടെ ഒരു പത്രമാധ്യമങ്ങളിലും ഫ്രണ്ട് പേജിൽ വാർത്ത കൊടുക്കാത്തതിന് കാരണം ഇതുകൊണ്ടാണോ? സഹോദരങ്ങളുടെ ഈ സഹോദരി അടിവൻ ചവിട്ടി ബ്ലീഡിംഗ് ഉണ്ടായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഇതിനെതിരെ ആരും പ്രതിഷേധമൊന്നും ഉണ്ടാക്കേണ്ടതല്ല, അടിയുണ്ടാക്കണമെന്നല്ല. ഈ ജയാനന്ദനെ എതിരെ ഗവൺമെന്റ് എന്താണോ നിലപാട് സ്വീകരിക്കേണ്ടത് എത്ര വേഗം സ്വീകരിക്കണം. ഈ വീഡിയോയിൽ ആ പാസ്റ്റർ വിനോദിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആ പാസ്റ്റർ വിനോദ് വ്യക്തമായ ചില കാരണങ്ങൾ ഈ വീഡിയോയിൽ എന്നോട് സംസാരിച്ചു. ഞാൻ ഈ വീഡിയോയിൽ അത് ആഡ് ചെയ്യാം. ഇത് വീഡിയോ ഷെയർ ചെയ്യണം. ആ പാവപ്പെട്ട സഹോദരിയെ അവിടെ ഹോസ്പിറ്റലാക്കിയിട്ട് ഇങ്ങനെ നടക്കുന്ന ശരിയല്ലേ? ഇത്
പെന്തക്കോസ്ത് സമൂഹമാണ്. ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ പല രാജ്യത്തിലെ പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ, സഭകൾക്കെതിരെ, വിശ്വാസികൾക്കെതിരെ പ്രത്യേകത ഉണ്ടാക്കി വരുമ്പോൾ ഈ പാവപ്പെട്ട സഹോദരി ഉപദ്രവിച്ചിട്ട് കേരള സാക്ഷികളെന്ന് പറയുന്ന വിദ്യാഭ്യാസം നിലനിൽക്കുന്ന സ്ത്രീകളെ നോക്കിയപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്ന ഇവിടെ ഒരു സ്ത്രീ ശാക്തീകരണ ശക്തികളും കണ്ടിട്ടില്ല. ആ പാവപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് എന്താന്നുള്ളത് ഇത് വാക്സിൻ ഷെയർ ചെയ്ത് എത്തിക്കേണ്ടവരെടുത്ത് ഈ വാർത്ത വന്ന് 3 ദിവസം മെനഞ്ഞാന്ന ദിവസം നടക്കുന്നത്. ഇന്നലെ ഈ നിമിഷം വരെയും അത് വലിയ ഒരു വാർത്തയായി കണ്ടിട്ടില്ല. ഉപദ്രവിച്ചവനെതിരെ ഒരു പ്രതിഷേധം കണ്ടിട്ടില്ല. അത് ഇത്രയും വേഗം വയനാട് ജില്ലയിലെ പുൽപ്പള്ളി കുളവള്ളിയിലാണ് ഈ സഭ, ട്രൈബൽ ഏരിയയാണ് സഭ പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾ ഞാൻ തൽപരനാണ്, ഞാനത് തരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണം. സമൂഹത്തിനെതിരെയുള്ള ഇതേപോലുള്ള പ്രത്യാഘാതങ്ങളെ എതിർക്കണം. ഞാൻ ആ പാസ്റ്റർ സംസാരിച്ച ഓഡിയോ ഞാൻ ആഡ് ചെയ്യാം. കേട്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തിയാൽ മതി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഹലോ, വിനോദ് പാസ്റ്റർ ആണോ? യേശുവിന് മഹത്വം. അതെ 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 അതെ. ഞാൻ ഷെല്ലി പാസ്റ്റർ ആണേ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വിളിക്കുന്നത്. എന്തൊരു പ്രശ്നം ഉണ്ടായെന്നല്ലോ, ചർച്ചിന് എന്തോ പ്രശ്നം ഉണ്ടായത്? അത് ആക്ച്വലി നമ്മുടെ അടുത്തൊരു BJP ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ആണോ അത്? ഇന്റർനാഷണൽ ഗോസ്പൽ അസംബ്ലി. ഓക്കെ, പറയൂ പാസ്റ്റർ. എവിടെ നിന്ന് ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? നമ്മുടെ തൊട്ടടുത്തൊരു BJP ഓക്കെ. പുള്ളിക്കാരനാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചർച്ചിന് പെയിന്റ് അടിച്ചോണ്ടിരിക്കുക. ഓക്കെ. പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി വന്നിട്ട് നമ്മള് വൃത്തിയാക്കുന്ന സമയത്ത് കുറച്ച് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഇട്ടിരുന്നു, നമ്മുടെ അതിര്. ഓക്കെ. അപ്പം ഞങ്ങളുടെ അതിലും പുള്ളിയുടെ സ്ഥലവും നടുക്കായിട്ടൊരു അത് വേറൊരാളുടെ പട്ടിയാണ്. വേറൊരാളുടെ പ്രൈവറ്റ് റോഡുണ്ട്. ആ റോഡിലേക്ക് ശകലം ഒരു ചാക്ക് പറന്നു പോയി വീണു. എല്ലാം കൂടെ വന്നിട്ട് ഇവിടെ നിന്ന് തെറി വിളിക്കരുതെന്ന് പറഞ്ഞു. പിള്ളേരെ തല്ലി തടയാൻ ചെന്ന ഒരു സഹോദരിയുടെ വയറ്റിനിട്ട് ചവിട്ടി. പിന്നെ ഞങ്ങള് ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജില്ല പുള്ളിക്കാരി. അപ്പൊ ഇപ്പൊ സംഗതി ഒരു സൗഖ്യമായെന്ന് പറഞ്ഞു. ഇന്നലെയൊക്കെ ഇച്ചിരി സീരിയസ് ആയിരുന്നു. എന്നാ സംഭവം നടക്കുന്നേ? ഇത് മിനിഞ്ഞാന്ന്. ശരി. ഓക്കെ. ഇപ്പൊ ഒരു ആശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ആഞ്ഞു നടക്കുക ഒത്തുതീർപ്പാക്കാൻ വേണ്ടി. ആണോ? നിങ്ങളുടെ കേസ് കൊടുക്കുകയെന്ന് ചെയ്തായിരുന്നോ എന്തെങ്കിലും? അല്ല, കേസ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു CPM പാർട്ടി ഇടപെട്ടു, പിന്നെ കോൺഗ്രസ് പാർട്ടി ഇടപെട്ടു. അങ്ങനെ അവരെല്ലാം ഇടപെട്ട് പറഞ്ഞിട്ട് ഇത് ഒത്തുതീർപ്പാക്കുക. കാരണം പുള്ളിയുടെ കൈ എങ്ങനെ പുള്ളിയുടെ കൈ അടിച്ച പുള്ളിയുടെ ഒടിഞ്ഞിട്ടുണ്ടെന്നാ പറയാ. പുള്ളി അങ്ങനെ ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പരാതി ഇതാക്കിയിട്ടുണ്ട്. ചുമ്മാ അല്ലേ? ചുമ്മാ കൊടുത്ത. അപ്പൊ നമുക്ക് പുള്ളി കാശ് ആളാണ്. നമ്മൾ ട്രൈബൽസ് ആണ്. ഓക്കെ. അപ്പൊ ഈ പുള്ളി അങ്ങനെ കൊടുക്കുന്നു. കയ്യൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പുള്ളി പ്രശ്നമാകത്തില്ല എന്നുള്ള നിലപാടിലേക്ക് വന്നിട്ടുണ്ട്. പുള്ളിയുടെ പേരെന്താ? ജയാനന്ദൻ. ഇന്ന് ആരാന്നില്ലായിരുന്നോ? ഇന്ന് ആരാധനയൊക്കെ നടത്തി. അല്ല, അത് നമുക്കിപ്പം അതിപ്പോ ഒരു ചാക്ക് വീണ് ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്കത് പറഞ്ഞ് പരിഹരിക്കാനുള്ള പ്രശ്നം. അത് പുള്ളിയുടെ പറമ്പിലല്ലായിരുന്നു. നമ്മുടെ ഞങ്ങളുടെ രണ്ടിന്റെ അടുക്കൂടെ വേറൊരാളുടെ റോഡ് പോകുന്നുണ്ട്. അവിടെയല്ലേ വീണത്? അപ്പൊ പുള്ളി സത്യം പറഞ്ഞാൽ ഞങ്ങളോട് ഒരു വേറും പല ദിവസങ്ങളായിട്ട് ഞങ്ങൾക്കെതിരെ കേസും കൊടുത്ത് കള്ളക്കേസ് ഒത്തിരി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിഷയങ്ങളായിരുന്നു. അപ്പൊ അതിങ്ങനെ അല്ല, അത് മർദ്ദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആണല്ലേ? മർദ്ദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വിളിക്കാം.